തീവ്രവാദവും ഭീകരവാദ പ്രവർത്തനങ്ങളും തങ്ങളുടെ കുത്തകയാക്കി വെച്ചിരുന്ന ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ ചെയ്തു കൂട്ടിയതിനെല്ലാം കനത്ത തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്ന കാഴ്ചകളാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം മുതൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ കടുത്ത ആഭ്യന്തര കലാപങ്ങൾ അഴിച്ചുവിട്ട് ബംഗ്ലാദേശിന്റെ സ്വസ്ഥ ജീവിതത്തെ തച്ചുടച്ച ബംഗ്ലാദേശ് വിമതർ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയത് സമാനതകളില്ലാത്ത ഭീകരതകളായിരുന്നു. എന്നാൽ അരാക്കൻ സേന എന്നൊരു പ്രത്യേക സായുധ സംഘം ഇറങ്ങി ബംഗ്ലാദേശ് തീവ്രവാദികളെ തരിപ്പണമാക്കുന്നു എന്ന വാർത്ത ലോകം മുഴുവൻ അമ്പരപ്പോടെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അരാക്കൻ സേന വാസ്തവത്തിൽ ആരാണ് എന്നുകൂടി അറിയുന്നതോടെ ഏവരും ഇപ്പോൾ സ്തബ്ധർ ആയിരിക്കുകയാണ്. പഴയ ബർമ എന്ന മ്യാൻമറിലെ സർവം പരിത്യാഗികളായ ബുദ്ധ സന്യാസി സമൂഹങ്ങളാണ് മുമ്പത്തേതിലും ശക്തമായ മാറിയ കാലത്തിൻ്റെ അനിവാര്യമായ അപ്ഡേഷനുകളോടെ തങ്ങളുടെ ആശയങ്ങളും ആദർശങ്ങളുമെല്ലാം എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് സായുധ സംഘമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തീവ്രവാദികളുമായി കൂട്ടുകച്ചവടം നടത്തുകയും ഭീകരപ്രവർത്തനങ്ങളും അതിരുകൾ മാന്തലും നിർബാധം തുടരുന്ന ഇസ്ലാം മത തീവ്രവാദികളുടെ ഇടയിൽ ബുദ്ധം ശരണം ഗച്ഛാമി പാടി ഇരുന്നാൽ തീവ്രവാദികൾ തല വെട്ടിയെടുത്ത് ഉന്മാദം കൊള്ളുമെന്ന് തിരിച്ചറിഞ്ഞ് അഹിംസയെല്ലാം മാറ്റിവെച്ച് ആയുധം കയ്യിലെടുത്ത ശ്രീബുദ്ധൻ്റെ ശിഷ്യഗണങ്ങൾ ഇപ്പോൾ അരാക്കൻ സൈന്യമെന്ന നാമത്തിൽ രംഗത്തിറങ്ങി മ്യാൻമറിലെ ഒരു വലിയ വിമത ശക്തിയായി വളരുകയും തങ്ങളുടെ തൊട്ട് അയലത്ത് ഭീകരവാദത്തിന് കുഴലൂതിക്കൊണ്ടിരുന്ന ബംഗ്ലാദേശിലേക്ക് അധിനിവേശം നടത്തി അവിടുത്തെ സെയിൻറ്റ് മാർട്ടിൻസ് ദ്വീപ് പിടിച്ച് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയുമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അരാക്കൻ സേനയുടെ അടുത്ത നീക്കം ബംഗ്ലാദേശ് കടൽ തീരപട്ടണമായ ചിറ്റഗോങ്ങിലേക്ക് ആണെന്നാണ്. അത് ശരിയാണെങ്കിൽ ബംഗ്ലാദേശ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഭയന്നിരിക്കുന്ന ഇസ്കോം കൃഷ്ണഭക്തരുടെ രക്ഷകരായി ബുദ്ധഭക്തർ അണിനിരക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മ്യാൻമറിലെ റാഖൈൻ സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്ര ബുദ്ധിസ്റ്റുകളുടെ വംശീയ സായുധ സംഘടനയായ ഇവർ റാഖൈൻ്റെ മുൻ പേരായ അരാക്കൻ നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ തൊഴിൽ തേടി ചൈനീസ് അതിർത്തി കടന്നവരാണ് റാഖൈൻ നിവാസികൾ. തങ്ങൾക്ക് സ്വയംഭരണം സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇവർ യുണൈറ്റഡ് ലീഗ് ഓഫ് അരാക്കൻ്റെ സൈനിക വിഭാഗമായി നിന്ന് മ്യാൻമർ സർക്കാരിൽ നിന്ന് കൂടുതൽ സ്വയംഭരണവും പരമാധികാരവും ലക്ഷ്യം വെച്ചാണ് ഭീകരപ്രവർത്തനങ്ങൾ തുടങ്ങിയത്. എന്നാൽ അവരും റോഹിംഗ്യൻ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ തിരിയാൻ നിർബന്ധിതരാവുകയായിരുന്നു. ഇപ്പോഴിതാ മ്യാൻമർ കടന്ന് ബംഗ്ലാദേശിന് കൂടി ഭീഷണിയായി മാറിയ 40,000-ഓളം പേരുള്ള ഈ അരാക്കൻ ആർമി ബംഗ്ലാദേശ് അതിർത്തിയിൽ മ്യാൻമർ സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന പ്രധാന പട്ടണമായിരുന്ന മാഗ്ഡോ പിടിച്ചെടുത്താണ് പുതിയ ബംഗ്ലാദേശിന് തലവേദനയായി മാറിയിരിക്കുന്നത്. മ്യാൻമർ പട്ടാളത്തിൻ്റെ വ്യോമാക്രമണം അടക്കമുള്ള എല്ലാ ചെറുത്തുനിൽപ്പുകളെയും മറികടന്നായിരുന്നു അരാക്കൻ്റെ മുന്നേറ്റം. ഇതോടെ ബംഗ്ലാദേശ് അതിർത്തിയിലെ അതീവ തന്ത്രപ്രധാന കേന്ദ്രമായ മാഗ്ഡോ മ്യാൻമർ പട്ടാളത്തിൽ നിന്ന് പിടിച്ചെടുത്ത അരാക്കൻ സൈന്യം ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുകയാണ്. മ്യാൻമർ അതിർത്തിയിലെ ബംഗ്ലാദേശ് പട്ടണമായ ടെക്നാഫ് മേഖലയുടെ ചില ഭാഗങ്ങൾ വരെ പിടിച്ചെടുത്ത അവർ ബംഗ്ലാദേശിലെ ഏക പവിഴ ദ്വീപായ സെൻറ്റ് മാർട്ടിൻസ് ദ്വീപിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. മ്യാൻമറിൽ എന്നും ഉച്ചനീചത്വങ്ങൾ ഏറ്റുവാങ്ങി ജീവിച്ചിരുന്ന ബുദ്ധ സമൂഹത്തിൻ്റെ ധാർമ്മിക രോക്ഷത്തിൽ നിന്നാണ് അരാക്കൻ സേനയുടെ ഉയിർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ ഓങ് സാൻ സൂക്കിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് പട്ടാളം മ്യാൻമറിലെ ഭരണം അട്ടിമറിച്ച് പിടിച്ചെടുത്തപ്പോൾ പട്ടാളത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് അരാക്കൻ കരുത്താർജിച്ചത്. പട്ടാള സർക്കാരിനെതിരെ പോരാടിയവരെ എല്ലാം അരാക്കൻ സേന ഒരുമിപ്പിച്ച് നിർത്തുകയുണ്ടായി. റോഹിംഗ്യകളുമായി പ്രശ്നമൊന്നും ഇല്ല എന്ന നിലപാടിലായിരുന്നു അവർ ആദ്യമെങ്കിലും. അഹോവൃത്തിക്ക് വേണ്ടി ക്ലേശിക്കുന്ന റോഹിംഗ്യകളുടെ കയ്യിലേക്ക് സമയാസമയങ്ങളിൽ ആയുധങ്ങൾ എത്തുന്നതിലെ അസ്വാഭാവികതകളാണ് അവർക്കെതിരെ തിരിയാൻ അരാക്കന്മാരെ പ്രേരിപ്പിക്കുകയുണ്ടായത്. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ 1 ഡസനോളം തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഇവർ ഹിന്ദുക്കൾക്കും ബുദ്ധിസ്റ്റുകൾക്കുമെതിരെ എല്ലാത്തരം പീഡനങ്ങൾ നടത്തുന്നുമുണ്ട്. സാഹചര്യങ്ങൾ അത്രയ്ക്ക് ഭീകരമായിരിക്കെ ഇനിയും അഹിംസയുടെ ശാന്തി മന്ത്രം ചൊല്ലിയിരിക്കുന്ന ബുദ്ധിമോശം കാണിക്കാതെ കൃത്യമായ പ്രതിരോധവുമായി ബുദ്ധസമൂഹം മുഴുവൻ രംഗത്തിറങ്ങുകയായിരുന്നു. ഇപ്പോൾ അരാക്കൻ ആർമി ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും ക്രൈസ്തവരും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൊടിയ പീഡനം നടക്കുന്ന ചിറ്റഗോങ്ങിലേക്ക് മാർച്ച് ചെയ്യുവാൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ പിന്തുണയോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എങ്കിലും ബംഗ്ലാദേശിലെ വർത്തമാനകാല സാഹചര്യത്തിൽ അരാക്കന്മാരുടെ ഈ നീക്കത്തിന്
വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്.